നമസ്കാരം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ ഉടായ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉടായ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30 2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാൾ താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഗൈസ്, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഞാൻ എപ്പോഴേക്കോ അത് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ യൂട്യൂബ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ, ഇപ്പൊ ഇതിനായിട്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് അവരുടേതായ ഓരോ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ കൂടിയും ഇവരൊക്കെ ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വൾഗർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂട്യൂബ് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കള്, ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന മക്കൾക്ക് എന്തായാലും ഫോൺ നമുക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അവർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇവര് പഠിക്കാൻ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെന്താ കാണുന്നുള്ള ടെൻഷൻ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും. നമ്മുടെ മക്കൾ അത് ചെയ്യൂല എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. അവരെ ഏജും അതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ടെൻഷൻ അതിലുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറെ വീഡിയോസ് ചെയ്യുന്നവരെ റിപ്പോർട്ട് അടിച്ച് ഒന്നെങ്കിൽ എല്ലാവരും കളയുക, അല്ലെങ്കിൽ ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിയമം വരിക. ഇങ്ങനെയുള്ള ആൾക്കാരെ അക്കൗണ്ട് പൂട്ടിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് തോന്നുന്നത്. ഇവർക്ക് ഇവരുടേതായ പ്ലാറ്റ്ഫോമിൽ ഇവരെന്തോ ആയിക്കോട്ടെ, പക്ഷെ യൂട്യൂബ് എന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് മുമ്പിലേക്ക് വന്ന എത്രയോ നല്ലതായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇതെന്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.